ഫുട്ബോൾ കളിക്കുന്നതിനിടയിൽ ആങ്കിളിന് ഇഞ്ചുറി പറ്റിയ ഒരാളാണ് നിങ്ങളെങ്കിൽ ഈ വീഡിയോ ബാക്കി കാണുക. ഞാൻ ഡോക്ടർ പോൾസൺ വർഗീസ്, കൺസൾട്ടൻറ്റ് സ്പോർട്സ് ഇഞ്ചുറി സർജനാണ്. ഇന്നലെ നടന്നൊരു മാച്ചിൽ ജർമ്മനി ഐവറി കോസ്റ്റ് തമ്മിലുള്ള മാച്ചിൻ്റെ ഇടയിൽ ജർമ്മനിയുടെ ഒരു പ്ലെയറിന് പരിക്കേറ്റ ഒരു വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ, ഇല്ലെങ്കിൽ ഒന്ന് കാണുക. അപ്പോൾ ഒരു ടാക്കിളിന് ശ്രമിക്കുന്ന പ്ലെയർ അദ്ദേഹത്തിൻ്റെ ആങ്കിൾ ട്വിസ്റ്റായിട്ട് ഇഞ്ചേർഡ് ആയി അതിനുശേഷം ഹാഫ് ടൈം ആയിട്ട് സബ്സ്റ്റിറ്റ്യൂട്ടായിട്ട് അദ്ദേഹം കയറി പോകുന്നുണ്ട്. കളി കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ഫുട്ബോൾ കളിക്കുന്ന ആളുകൾ, അതേപോലെ ബാസ്കറ്റ് ബോൾ കളിക്കുന്ന ആളുകൾ വളരെ കോമൺ ആയിട്ടുണ്ടാകുന്ന ഒരു ഇഞ്ചറിയാണ് ആങ്കിൾ ഇഞ്ചറി. ഇതിൽ കോമൺ ആയിട്ട് വരുന്നത് 2 ലിഗമെന്റ്സ് ആണ് ആങ്കിളിൽ വരുന്നത്. ലാറ്ററൽ സൈഡിൽ ATFL എന്ന് പറയുന്ന ആന്റീരിയർ ടാലോഫിബുലർ ലിഗമെന്റും അതേപോലെ കാൽക്കേനിയോ ഫിബുലർ ലിഗമെന്റും. അതിൽ ഏറ്റവും ആദ്യം പരിക്ക് പറ്റിയ ATFL-നും കുറച്ചും കൂടെ സിവിയർ ഇഞ്ചറി ആകുമ്പോൾ കാൽക്കേനിയോ ഫിബുലർ ലിഗമെന്റും രണ്ടിനും പരിക്ക് പറ്റും. അപ്പം ഇതിന്റെ സിവിയറിറ്റി അനുസരിച്ച് നമ്മൾ ഇതിനെ 3 ഗ്രേഡ് ചെയ്തിട്ടുണ്ട്. ഗ്രേഡ് 1, 2 and 3. ഗ്രേഡ് 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയൊരു സ്പ്രെയിൻ ആണ് ഉണ്ടാവുക. ഗ്രേഡ് 2 എന്ന് പറയുമ്പോൾ അതിലൊരു പാർഷ്യൽ ടയർ ഉണ്ടാവും. ഗ്രേഡ് 3 എന്ന് പറയുമ്പോൾ കംപ്ലീറ്റ് ടയർ ഉണ്ടാവും. പിന്നെ ട്രീറ്റ്മെന്റ് സൈഡിലോട്ട് പോവുകയാണെങ്കിൽ മിക്കപ്പോഴും ഒരു ഫസ്റ്റ് എപ്പിസോഡ് ഓഫ് ഇഞ്ചറി കൺസർവേറ്റീവ് മാനേജ്മെന്റ് അല്ലെങ്കിൽ പ്ലാസ്റ്റർ വെച്ചിട്ട് ശരിയാവേണ്ടതാണ്. അതേസമയം അത് നമ്മൾ കറക്റ്റായിട്ട് മാനേജ് ചെയ്തിട്ടില്ലെങ്കിൽ ഈ അക്യൂട്ട് ആംഗിൾ ഇഞ്ചറി ഒരു ക്രോണിക് ആംഗിൾ ഇഞ്ചറി ആയിട്ട് മാറാം. ക്രോണിക് ആംഗിൾ ഇഞ്ചറി ആയി മാറിയാലുള്ള പ്രശ്നം അത് വീണ്ടും എപ്പോൾ നമ്മൾ കളിക്കുമ്പോഴും ആംഗിൾ വീണ്ടും സ്ലിപ്പായി തെന്നി കൂടുതൽ നമ്മുടെ കാർട്ടിലേജ് ഡാമേജ് ഉണ്ടാവാനും ആംഗിൾ തേയ്മാനം സംഭവിക്കാനും ചാൻസ് ഉണ്ട്. ഇനി റിട്ടേൺ ടു സ്പോർട്സ് എന്ന് പറയുകയാണെങ്കിൽ ഗ്രേഡ് 1 ആണെങ്കിൽ 0 to 3 weeks വരെ ടൈം എടുക്കും. ഗ്രേഡ് 2 ആണെങ്കിൽ 3 weeks to 6 weeks വരെ ടൈം എടുക്കും. ഗ്രേഡ് 3 ആണെങ്കിൽ 6 weeks തൊട്ടിട്ട് 12 weeks വരെ ടൈം എടുക്കും. ഇത് നമ്മൾ സർജറി ചെയ്യാതെ മാനേജ് ചെയ്യുകയാണെങ്കിൽ. ഇനി സർജറി ചെയ്യേണ്ടി വരുന്ന സിറ്റുവേഷൻ ആണ്, നമ്മൾ ഇനീഷ്യൽ മാനേജ്മെന്റിൽ ഹീൽ ആവുന്നില്ല എന്നുണ്ടെങ്കിൽ സർജറിക്ക് ശേഷമാണെങ്കിൽ 3 months to 6 months വരെ ടൈം എടുക്കും റിട്ടേൺ ടു സ്പോർട്സിൽ. ഇത്തരത്തിൽ കളിക്കുന്നതിനിടയിൽ ആംഗിളിന്റെ പരിക്ക് പറ്റിയ ആരെങ്കിലും നിങ്ങളുടെ പരിചയത്തിലുണ്ടെങ്കിൽ അവരുടെ ഉടനെ ഒരു സ്പോർട്സ് ഇഞ്ചറി സർജനെ കൺസൾട്ട് ചെയ്യാൻ പറയുക. ഈ വീഡിയോ അവർക്ക് കൂടെ ഷെയർ ചെയ്യുക.